ഹരി ഓം. 22ാമത്തെ സ്തുതി. ഋഷഭദേവൻ പുത്രന്മാർക്ക് ജ്ഞാനോപദേശം കൊടുക്കുന്നു. ഇത് ഭാഗവതത്തിൽ സ്കന്ധം 5, അധ്യായം 5, ശ്ലോകങ്ങൾ 1 മുതൽ 27 വരെ. നാഭിരാജാവ് മനുഷ്യശരീരം ധരിച്ച ഭഗവാനായ പുത്രനെ വാത്സല്യപൂർവ്വം ലാളിച്ചു. മന്ത്രിപ്രവരർക്കും അവനിൽ സൗഹൃദം വളർന്നു. പ്രായമായപ്പോൾ ഋഷഭനെ രാജാവായി അഭിഷേകം കഴിച്ചു. നാഭിപുത്രനെ വിപ്രാജ്ഞ അനുസരിക്കാൻ കൽപ്പിച്ച് പത്നി സമേതം ബദരിയാശ്രമത്തിൽ ചെന്ന് വാസുദേവനെ ആരാധിച്ച് യോഗസമാധി മൂലം ജീവൻ മുക്താവസ്ഥ കൈവരിച്ചു. നാഭി വിഷ്ണു ഭഗവാൻ പ്രസാദിച്ച് പുത്രനായി വന്ന നാഭിയെപ്പോലെയുള്ളവർ വേറെ ആരുണ്ട്? അർച്ചന കൊണ്ട് വിഷ്ണു ഭഗവാനെ പ്രത്യക്ഷരാക്കുന്ന രാജാക്കന്മാരും വേറെയില്ല. ഋഷഭൻ ഗുരുകുലത്തിൽ വസിച്ച് നന്നായി വിദ്യകളെല്ലാം പഠിച്ച് ഗൃഹസ്ഥാശ്രമിയാകാൻ അനുവാദവും വാങ്ങിപ്പോന്നു. ഋഷഭദേവൻ ഇന്ദ്രപുത്രിയായ ജയന്തിയെ വിവാഹം കഴിച്ചു. അതിൽ 100 പുത്രന്മാരുണ്ടാവുകയും ചെയ്തു. അവരിൽ മൂത്ത പുത്രനാണ് ശ്രേഷ്ഠ ഗുണങ്ങളുള്ള ഭരതൻ. അവൻ മൂലമാണ് ഈ ഭൂവിഭാഗത്തിന് ഭാരതം എന്ന പേർ ലഭിച്ചത്. പിന്നെയുള്ളവരിൽ ഭരതന് തുല്യം ശേഷിയുള്ളവർ 9 പേരാണ്. അവർ അന്തരീക്ഷൻ, കവി, ഹരി, പ്രബുദ്ധൻ, പിപ്പലായൻ, ആവിർഹോത്രൻ, ചമസൻ, ദ്രുമിളൻ, കരഭാജനൻ എന്നിവരായ ഹരിഭക്ത ആചരിക്കേണ്ട കർമ്മങ്ങൾ ലോകത്തിന് കാട്ടിക്കൊടുത്ത നവയോഗികളായിരുന്നു. ഇളയവരായ 81 പേരും പിതൃകൽപ്പന അനുസരിച്ച് വേദം പഠിച്ച് യാഗാദികൾ ശീലിച്ച് കർമ്മനിഷ്ഠയോടുകൂടിയ ബ്രാഹ്മണരായിത്തീർന്നു. കേവല ആത്മാവാണെങ്കിലും ആ ഭാവം പുറത്തു കാട്ടാതെ ഋഷഭൻ സ്വതന്ത്രനായി അനർത്ഥങ്ങളെല്ലാം ഒഴിവാക്കി രാജധർമ്മം പാലിച്ചു. ധർമ്മം നിലനിർത്തുന്നതിന് ശാസ്ത്രോക്തമായ കർമ്മങ്ങൾ നിത്യവും ആചരിച്ചു. ജനസമ്മതം നേടിയവരുടെ കർമ്മങ്ങൾ ജനങ്ങളും ആചരിക്കും. അങ്ങനെ ജനങ്ങളെ സത്പഥത്തിലെത്തിച്ചു. ഇത് തന്നെ ഭഗവാൻ ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്നു. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ശ്രേഷ്ഠപുരുഷന്മാർ എന്തെല്ലാം ചെയ്യുന്നുവോ അതനുകരിച്ച് ആണ് മറ്റുള്ളവരും കർമ്മം ചെയ്യുന്നത്. ഋഷഭദേവൻ 100 യാഗം നടത്തി. ഋഷഭദേവൻ ഭരണം നടത്തിക്കൊണ്ടിരിക്കെ ഒരാളും രാജ്യത്ത് സ്വാമിയുടെ സ്നേഹാതിശയമല്ലാതെ മറ്റൊന്നും ആഗ്രഹിച്ചില്ല. ഒരിക്കൽ ബ്രഹ്മാവർത്തത്തെത്തിയ ഋഷഭദേവൻ അവിടെ കൂടിയ വിപ്രശ്യമാരുടെ സദസ്സിൽ വെച്ച് എല്ലാവരും കേൾക്കെ പുത്രർക്ക് ജ്ഞാനോപദേശം നൽകി. ഋഷഭദേവൻ്റെ ഉപദേശം കേൾക്കാം. ഋഷഭ ഉവാച ന്യായം ദേഹോ ദേഹഭാജാം നൃലോകേ കഷ്ടാൻ കാമാനർഹതേ വിഡ്ഭുജാമ്യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധേതി യസ്മാത് ബ്രഹ്മസൗഖ്യം ദ്വനന്തം മഹൽസേവാം ദ്വാരമാഹുർവിമുക്തേ സ്തമോദ്വാരം യോഷിതാം സംഗിസംഗം മഹാന്തസ്തേ സമചിത്താ പ്രശാന്ത വിമന്യവഃ സുഹൃദഃ സാധവോ യേ വാമയീശേ കൃതസൗഹൃദാർത്ഥ ജനേഷു ദേഹം ഭരവാർത്തികേഷു ഗൃഹേഷു ജായാത്മജരാതിമത്സു ന പ്രീതിയുക്താ യാവദർത്ഥാശ്ച ലോകേ നൂനം പ്രമത്തഃ കുരുതേ വികർമ്മ യദിന്ദ്രിയപ്രീതയാ പ്രണോതി ന സാധു മന്യേയത ആത്മനോയം അസന്നപി ക്ലേശത ആസദേഹഃ പരാഭവസ്താവതബോധജാതു യാവന്ന ജിജ്ഞാസതാത്മതത്വം യാവത് ക്രിയാസ്താവദിദം മനോ വൈ കർമാത്മകം യേന ശരീരബന്ധഃ ഏവം മനഃ കർമ്മവശം പ്രയുക്തേ അവിദ്യയാത്മന്യുപധീയമാനി
പ്രീതിർനയാവന്മയി വാസുദേവേ നമുച്യതേ ദേഹയോഗേന താവത് യഥാ ന പശ്യത്ത യഥാ ഗുണേഹാം സ്വാർത്ഥേ പ്രമത്തഃ സഹസാ വിപശ്ചിത് ഗതസ്മൃതിർവിന്ദതി തത്ര താപാനാസാധ്യമൈഥുന്യമകാരമജ്ഞഃ പുംസസ്ത്രിയാമിഥുനീഭാവമേതം തയോർമിഥോ ഹൃദയഗ്രന്ഥിവാഹുഃ അതോ ഗൃഹക്ഷേത്രസുതാപ്തവിത്തൈ ജനസ്യ മോഹോയമഹം മമേതി യഥാ മനോ ഹൃദയഗ്രന്ഥിരസ്യ കർമാനുബദ്ധോ ദൃഢ ആശ്രദേത തഥാ ജനഃ സംപരിവർത്തതേസ്മാൻ മുക്തഃ പരം യാത്യതിഹായ ഹേതും ഹംസേ ഗുരോ മയി ഭക്ത്യാനുവൃത്യാ വിതൃഷ്ണയാ ദ്വന്ദ്വതിതിക്ഷയാ ച സർവത്ര ജന്തോവ്യസനാവഗത്യ ജിജ്ഞാസയാ തപസേനാനിവൃത്യ മത്കർമ്മഭിർമത്കഥയാ ച നിത്യം മദ്ദേവ സംഗാത് ഗുണകീർത്തനാന്മേ നിർവൈരസാമ്യോപശമേന പുത്രാ ജിഹാസയാ ദേഹഗേഹാത്മബുദ്ധേ അധ്യാത്മയോഗേന വിവിക്തസേവയാ പ്രാണേന്ദ്രിയാത്മാഭിജയേന സദൃഗ് സശ്രദ്ധയാ ബ്രഹ്മചര്യേണ ശശ്വത് അസംപ്രമാദേന യമേന വാചാ സർവത്ര മദ്ഭാവവിചക്ഷണേന ജ്ഞാനേന വിജ്ഞാനവിരാജിതേന യോഗേന ധൃത്യുദ്ധമസത്വയുക്തോ ലിംഗം വ്യപോഹേത് കുശലോഹമാഖ്യം കർമാശയം ഹൃദയഗ്രന്ഥിബന്ധം അവിദ്യയാ സാധിതമപ്രമത്ത അനേന യോഗേന യഥോപദേശം സമ്യക് വ്യപോഹ്യാ പരമേതയോഗാത് പുത്രാംശ്ച ശിഷ്യാംശ്ച നൃപോ ഗുരുർവാ മല്ലോകകാമോ മദനുഗ്രഹാർത്ത ഇത്തം വിമന്യുരനുശിഷ്യാതജ്ഞാൻ നയോജയേത് കർമ്മസു കർമ്മമൂഢാൻ കിം യോജയന്മനുജോർത്ഥം ലഭേത നിപാതയന്നഷ്ടദൃശം ഹി ഗർത്തേ ലോകസ്വയം ശ്രേയസി നഷ്ടദൃഷ്ടിർ യോർത്ഥാൻ സമീഹേത നികാമകാമഃ അന്യോന്യവൈര സുഖലേശഹേതു അനന്തദുഃഖം ച ന വേദമൂഢ കസ്തം സ്വയം തദഭിജ്ഞോ വിപശ്ചേത് അവിദ്യയാമന്തരേ വർത്തമാനം ദൃഷ്ട്വാ പുനസ്തം സഗൃണക്കുബുദ്ധിഃ പ്രയോജയേതുത്പദകം യഥാന്തം ഗുരുന്ന സസ്യാത് സ്വജനോ ന സസ്യാത് പിതാ ന സസ്യാത് ജനനീ ന സസ്യാത് ദൈവം ന സസ്യാത് ന പതിശ്ച സസ്യാത് ന മോചയേത്യ സമുപേതമൃത്യും ഇദം ശരീരം മമ ദുർവിഭാവ്യം സത്വം ഹി മേ ഹൃദയം യത്ര ധർമ്മഃ പൃഷ്ടേ കൃതോ മേ യദധർമാരാത് അതോ ഹി മാം വൃഷഭം പ്രാഹുരാര്യഃ തസ്മാത് ഭവന്തോ ഹൃദയേന ജാതാ സർവേ മഹീയാം സമം സനാഭം അക്ലിഷ്ടബുദ്ധ്യാ ഭരതം ഭജധ്വം ശുശ്രൂഷണം തദ്ഭരണം പ്രജാനാം ഭൂതേഷു വീരുഭ്യ ഉദുത്തമായേ സരിസൃപാസ്തേഷു സബോധനിഷ്ഠാ തതോ മനുഷ്യാ പ്രമഥാസ്തതോപി ഗന്ധർവസിദ്ധാ വിബുധാനുഗായേ ദേവാസുരേഭ്യോ മഖവത് പ്രധാന ദക്ഷാദയോ ബ്രഹ്മസുതാസ്തു തേഷാം ഭവപരസോദവിരിഞ്ച വീര്യ സമത്പരോഹം ദ്വിജദേവദേവഃ ന ബ്രാഹ്മണൈസ്തുലയേ ഭൂതമന്യത് പശ്യാമി വിപ്രാകിമതഃ പരം തു യസ്മിൻ നൃഭിപ്രഹുതം ശ്രദ്ധയാഹം അശ്നാമി കാമം ന തഥാഗ്നിഹോത്രേ ധൃതാതനൂരുഷധീ മേ പുരാണി യേനേഹ സത്വം പരമം പവിത്രം ശമോദമഃ സത്യമനുഗ്രഹശ്ച തപസ്തിദീക്ഷാനുഭവശ്ച തത്ര
മത്തോപ്യനന്താത് പരതഃ പരസ്മാത് സ്വർഗാപവർഗാധിപതേർന കിഞ്ചിത് യേഷാം കിമു സ്യാദിതരേണ തേഷാം അകിഞ്ചനാനാം മയി ഭക്തിഭാജാം സർവാണി മധ്യഷ്ണ്യതയാ ഭവദ്ഭിഃ ചരാണി ഭൂതാനി സുതാധ്രുവാണി സംഭാവിതവ്യാനി പദേ പദേവോ വിവിക്തദൃഗ്ഭിസ്തദുഹാർഹണം മേ മനോവചോ ദൃക്കരണേ ഹി തസ്യ സാക്ഷാത്കൃതം മേ പരിബർഹണം ഹി വിനാ പുമാന്യേന മഹാവിമോഹാത് കൃതാന്തപാശാന്ന വിമോക്തുമീശേത്. പ്രിയപ്പെട്ട പുത്രരെ, സത്സംഗം മോക്ഷത്തിനും ദുസ്സംഗം നരകത്തിലേക്കുമുള്ള വഴിയാണ്. മനുഷ്യജന്മം ലഭിക്കുന്നത് മോക്ഷപ്രാപ്തിക്കു വേണ്ടിയാണ്, ഭോഗങ്ങൾ അനുഭവിക്കാനല്ല. ഭോഗങ്ങൾ എല്ലാ ജന്തുക്കളും അനുഭവിക്കുന്നു, പക്ഷേ മനുഷ്യൻ മാത്രമാണ് മുക്തി നേടുന്നത്. സ്ത്രീ പുരുഷ സംഗമമാണ് ഞാനെന്നും എൻ്റേതെന്നുമുള്ള മോഹം വരുത്തുന്നത്. അതിനാൽ ഭക്തിജ്ഞാന വൈരാഗ്യത്താൽ മനുഷ്യൻ ജ്ഞാനിയാകണം. ഇക്കാണുന്ന പ്രപഞ്ചമെല്ലാം മിഥ്യയാണെന്നും ഈശ്വരൻ മാത്രമേ സത്യമായിട്ടുള്ളൂ എന്നും അറിയണം. അതിന് നാമസങ്കീർത്തനവും ഭഗവത് കഥാശ്രവണവുമാണ് അത്യുത്തമം. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ഇത് എപ്പോഴും ഓർമ്മിക്കണം. സത്സംഗം കൊണ്ട് ഭഗവാനിലെത്താനും ദുസ്സംഗം കൊണ്ട് ഭഗവാനെ മറക്കാനും ഇടവരും. ഒന്നിനോടും സംഘം വെക്കാതെ ഭഗവാനോട് മാത്രം സംഘം വെച്ചതിനാൽ എനിക്ക് ഋഷഭൻ എന്ന പേര് ലഭിച്ചു. രാഗാദി വികാരങ്ങൾ അകന്നാലേ മനസ്സ് നിർമ്മലമാവൂ. സത്സംഗം കൊണ്ട് ജ്ഞാനം നേടി ഈശ്വരപ്രേമം കൊണ്ട് അജ്ഞാനത്തെ അകറ്റി ആത്മാവിനെ അറിയാൻ ശ്രമിക്കണം. ഒരു ജീവനെ ഭക്തിമാർഗത്തിലേക്ക് നയിക്കാത്തവൻ ഗുരുവല്ല, പിതാവല്ല, മാതാവല്ല, ദൈവമല്ല, പതിയുമല്ല. എല്ലാത്തിലും എന്നെ കണ്ടുകൊണ്ടും ആരിലും വൈരമില്ലാതെ സമഭാവനയോടും എൻ്റെ കഥകളും നാമങ്ങളും ശ്രവിച്ചും പാടിയും നടക്കുന്ന സജ്ജനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുക. ലോകത്ത് കാണുന്ന ചരാചരമെല്ലാം എൻ്റെ വാസഭൂമിയായി കൽപ്പിച്ച് അവയെ സേവിക്കുന്നതാണ് യഥാർത്ഥമായ ഭഗവത് പൂജ. കായേന മനസ്സ വാച എന്നിവയിലുള്ള ഏത് കൃത്യവും എന്നെ പൂജിക്കലാവണം. എൻ്റെ പ്രീതി കൊണ്ടല്ലാതെ കാലപാശത്തിൽ നിന്ന് മോചനമില്ല. സ്വതേ ബോധമുള്ളവരാണെങ്കിലും ഈ വിധം പുത്രരെ ഉപദേശിച്ചിട്ട് ഭരതനെ രാജ്യമേൽപ്പിച്ച് സ്വഗ്രഹമുൾപ്പെടെ എല്ലാം ത്യജിച്ച് ഋഷഭദേവൻ അവധൂതവേഷനായി ബ്രഹ്മാവർത്തം വിട്ടുപോയി. ഓം നമോ ഭഗവതേ വാസുദേവായ.